നമസ്കാരം, എല്ലാവർക്കും A2R ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസ്ഥിഭംഗം, സ്ഥാനഭ്രംശം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ശക്തമായ ആഘാതം ഏൽക്കുന്നത് കാരണമായി ആ ശരീരത്തിലെ അസ്ഥികൾക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ അസ്ഥിക്ക് സ്ഥാനചലനം സംഭവിക്കാറുണ്ട്. അതായത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെന്നി മാറാറുണ്ട്. അതിനെയാണ് നമ്മൾ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. ഇവയുടെ പ്രധാന അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പൊട്ടലോ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിച്ച ഭാഗത്ത് നീരുണ്ടാവുക, അസഹ്യമായ വേദന, അതുപോലെ തന്നെ മറ്റു വശത്തെ, അതായത് ഇപ്പോൾ ഒരു ഭാഗത്തെ അസ്ഥി വെച്ച് നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്തെ അസ്ഥിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതിനെയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്പ്ലിന്റ് ഉപയോഗിച്ചാണ് നമ്മൾ പരമാവധി വേദന കുറയ്ക്കാനൊക്കെ നോക്കുന്നത്. ഇനി സ്പ്ലിന്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കോ മരക്കഷ്ണമോ അതുപോലെ ലോഹമോ എന്തെങ്കിലും കൊണ്ട് ഉപയോഗിച്ച ശക്തിയായ ഒരു നല്ല ശക്തിയുള്ള കട്ടിയുള്ള ഒരു പലക പോലത്തെ വസ്തുവിനെയാണ് നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ ഈ പൊട്ടലോ ഒടിവോ സ്ഥാനഭ്രംശമോ സംഭവിച്ച ഈ ഒരു ശരീരഭാഗത്ത് ഈ സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് ഒരു പരിധി വരെ നമുക്ക് വേദനയൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും അസ്ഥിഭംഗം എന്താണ്, സ്ഥാനഭ്രംശം എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെ കുറിച്ചാണ്.